அழகா இருக்கு தம்பி, உங்க பேச்சு ரொம்ப அழகா இருக்கு. ஆமா, நீங்க தான் அந்த குரூப்புக்கு ஹீரோவா? അങ്ങനെയൊന്നും ഇല്ലേ? இந்த ஐயங்காருக்கு அந்த மாதிரியான பேச்செல்லாம் சரிப்பட்டு வராது தம்பி. അല്ല നങ്ങ ஓ ஐடியாவுல கதை முன்னாடி போனா கதையில ஒரு திரில் இல்லையே. അല്ല നങ്ങ சரி சரி, ஒண்ணு பண்ணுங்க. நீங்கெல்லாம் சரியான ஆம்பளையா இருந்தா நேர என் தம்பிங்கிட்ட போய் 3 கோடியா வாங்கிட்டு வாங்க. அப்படி வாங்கிட்டு வந்துட்டா என்கிட்ட இருக்கிற 3 கோடியை நானும் கொடுத்துறேன். எப்படி? முடிஞ்சா വാങ്ങിട്ട് വാങ്ങടാ. അല്ല ചെട്ടിയാരെ അയ്യങ്കാരടാ. വെറുതെ എന്തിനാ ഈയുടെ കാല് പിടിക്കുന്നത്? തമ്പിയൊക്കെ തമ്പി വന്നേ, നമുക്ക് പോയി അവരുടെ കാല് പിടിക്കാടാ. അന്നാ പിന്നെ ഞാനിവിടെ നിൽക്കണം. ഇവിടെ വാടാ. ഈ ചിന്ന അയ്യങ്കാരുടെ വീട് കാശ് എന്തെങ്കിലും പഠിക്കൂട്ടോ. ഞാൻ ഓടിക്കും. അന്ന് നീ ആദ്യം കാശ് പണത്തിന്റെ ആവശ്യം നമ്മുടെയാണ്. വേർത്ത കൂട്ടം കൂടി കച്ചറ ഉണ്ടാക്കണ്ട. വിനയ കുനിയനായി ഇതിങ്ങനെ കുനിഞ്ഞ് വേണം ചോദിക്കാൻ. ഞാനും കുനി. വിനീത കുനീതനായിട്ട് പോവാ. ഒരു ഫൈറ്റ് വേണ്ട വേണ്ട വിചാരിച്ച ചോപ്ര. ജയിച്ചിട്ടൊന്നും മറ്റും നിനക്കാതാ കണ്ണാ. ഇതാണ് ഈ തൈര് സാഹത്തിന്റെ കുഴപ്പമേ. പഠിപ്പും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ വെളിവും വെള്ളിയാഴ്ച ഇല്ല പറയാണ്. കാറ്റിനോടും കടലിനോടും കടൽ ബാസിന്റെ ശിഷ്യന്മാരോടും കളിക്കരുത് എന്റെ അയ്യങ്കാരൻ. കൊല്ലും ഞാൻ. പറഞ്ഞത് പുറിഞ്ചതാ എന്ന ഉടവാളെടുത്ത് ഉറയിലിട്. നിങ്ങളെ കൊന്നിട്ടാണെങ്കിൽ ഈ കേസിൽ ഞങ്ങൾക്ക് ജയിച്ചേ പറ്റുവേ. കാരണം ഇതിന്റെ പുറകിൽ കുറെ ജീവിതങ്ങളുണ്ട്. കാശുപടം കാത്തിരിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. നോക്കി നിൽക്കാതെ റുപ്യ വെച്ചിരിക്കുന്ന പേട്ടി എടുക്കന്റെ അയ്യങ്കാര്. സുമേ, ഡീ സുമേ, ശ്രീകുട്ട, ഡാ ശ്രീകുട്ട, സുമേ, 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 ശ്രീകുട്ട. ദേ, അച്ഛന്റെ ആവേശം നോക്കണ്ട. ബാബോട്ടം കാരണം ഈ വീടും പറമ്പും നഷ്ടമായ ഞാനും ശ്രീകുട്ടനും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല.
ഓക്കെ ഞാനിപ്പോ വരാം. ഓക്കെ. ആ അപ്പു ഇപ്പോഴാണോ വരുന്നേ? കാസിന്റെ ഇടപാടിന്റെ കാര്യത്തില് ലേശം വൈകി. റോസ്മേരിന്റെ ഓപ്പറേഷൻ സക്സസ് ആടോ, ഒരു പ്രോബ്ലവും ഇല്ല. റോസ്മേരി കണ്ണ് തുറന്നിട്ടാ ഞാനിങ്ങ് പോന്നേ. പിന്നെ റോസ്മേരി കണ്ണ് തുറന്നപ്പം ആദ്യം അന്വേഷിച്ചത് തന്നെയാ. താങ്ക് യു. ഞാൻ അങ്ങോട്ട് ശരി. പിന്നെ മോനെ, മോനെ അപ്പു മോനെ, അപ്പവും കൂട്ടുകാരുമാണ് അമ്മച്ചിയുടെ ജീവൻ രക്ഷിച്ചത്. ഹലോ. ഹലോ. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇവരെന്നെ രക്ഷിച്ചത്. ആ സമയത്ത് ഇവരോട് എത്തിയില്ലായിരുന്നെങ്കിൽ. താങ്ക്സ്. ഏട്ടാ, മുഴുവൻ കാസും അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ കിട്ടിയ കാശൊക്കെ ഭദ്രമായിട്ട് എന്റെ കയ്യിൽ തന്നെ പെട്ടിയിലുണ്ടേ. അവരുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങിയെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അതാണ് ലേശം വൈകിയത്. വേണ്ട, ഈ പണം നിങ്ങൾക്കുള്ളതാ. എനിക്ക് എൻ്റെ അമ്മച്ചിയെ തിരിച്ചു തന്നില്ലേ, ഇതാണ് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വലുത്. അമ്മച്ചി, റോസ്മേരിക്കിപ്പോ അവൾ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിക്കുമ്പോ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഓപ്പറേഷൻ ഈ റോയിമോൻ നടത്തിയില്ലെങ്കിൽ പിന്നെ എന്നാത്തിനടാ ഈ റോസ്മേരി ജീവിച്ചിരിക്കുന്നേ? അപ്പോ മറ്റേ വാനരന്മാരെവിടെ? അവിടെ ബാബുവും വീട്ടിൽ ഇവരെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കണ്ടാവേ. ആ, കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. അവനെ കാണാതെ ഞങ്ങളും കുറെ ടെൻഷൻ അടിച്ചതാ. പിന്നെ ഈ അമ്മച്ചി മോനും വന്നപ്പോഴാ ഞങ്ങൾക്കൊരു സമാധാനായേ. അപ്പോ അമ്മച്ചി പറഞ്ഞ പോലാണ് കാര്യങ്ങൾ. ഏട്ടൻ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ ഏട്ടാ വിളിക്കുന്നുണ്ടെങ്കിലും പ്രായം കൊണ്ട് എളുപ്പമാണ് അറിയാം. ഏട്ടൻ വെറുതെ കടിപിടി കൂടി ഒരു കശപശി ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഏട്ടന് പോലും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇടക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് വീണ്ടും 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 ഞാനാ പറഞ്ഞത് ഞാനാണേ. ഇത് കാലാ കരുതി മാപ്പാക്കണം. ശാസ്ത്രത്തിനാണ്, പോലീസിൽ പിടിച്ചു കൊടുക്കരുത്. ഇതെല്ലാം ഏട്ടൻ തന്നെ വെച്ചോളി. എല്ലാം ഞാൻ അറിഞ്ഞടോ. ആ, ഞാൻ ഇത്രയും പണം വെറുതെ തന്നൊന്നും കരുതണ്ട. ഇതെന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ഈ പാലക്കാട്ടുകാരനുള്ള സ്ത്രീധന. പിന്നെ നിങ്ങളുടെ തട്ടിക്കൊണ്ടുപോകൽ നാടകം ഞാൻ അറിഞ്ഞത് എൻ്റെ അമ്മച്ചി അറിയണ്ട. അത് അമ്മച്ചി പറയാണ്ടിരുന്നത് അറിയാം. ചില രഹസ്യങ്ങൾ നമ്മൾ തുറന്നു പറയാത്തത് സ്നേഹക്കൂടുതലുണ്ടാ. താനിത് വെച്ചോടൂ. മൂന്ന് കോടി. എന്റെ നിന്റെയൊക്കെ കാശ് പണം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചുണ്ടാക്കിയതാണ് ഈ പുതിയ സയൻസ്. മൂപ്പരം നമ്മൾ ആകാശത്തിലേക്ക് തൊടുത്തു വിട്ടാ പിന്നെ ഈ മന്തക്കാട് ഗ്രാമത്തിൽ മോഷണം, പിടിച്ചുപറി, ബലാസംഗം എന്തിന് മൂപ്പരറിയാതെ ഒരാൾക്കൊരു കുളിസിയും പോലും കാണാൻ പറ്റില്ല പറയണേ. അത് വേണ്ടായിരുന്നു. ഈ പറയണൊക്കെ നടക്കും. മൂപ്പര് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ നന്നാവുമല്ലേ. അതെ, അപ്പൊ നമ്മളാരും കുളിസിയും കാണാതിരിക്കാനാണോ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ഓരോ റോക്കറ്റ് വിടുന്നത്? എടാ വിവരം കെട്ട തൂമേ, ഞാൻ മൂപ്പരുടെ ചന്തിന്റെ അടിയിൽ 4 ക്യാമറ വെച്ചിട്ടുണ്ട് പറയണേ. മൂപ്പര് മേപ്പോട്ട് പോയാ പിന്നെ മന്തക്കടവ് ഗ്രാമം മുഴുവൻ മൂപ്പരുടെ നിരീക്ഷണത്തിലാണ്. മൂപ്പരറിയാതെ ഒന്നും നടക്കില്ല. പോലീസ് പട്ടാളം മുതൽ വേണ്ട പറയണേ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് പഞ്ചായത്തായിട്ട് നമ്മുടെ മന്തക്കടവ് പഞ്ചായത്ത് ആവാൻ പൂവട തൂമകളെ. ഇതെന്റെ സ്വപ്ന ഗുരു അബ്ദുൽ കലാമിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് ആഗ്രഹം. നടക്കുവോ അറിയില്ല. ഈ റോക്കറ്റ് ഉദ്ഘാടനം നടത്തണേ നാട മുറിച്ചാണോ അതോ ഭദ്രദീപം തെളിച്ചാണോ? ഈ പച്ച സ്വിച്ച് നിൽക്കാൻ മൂപ്പര് പോക്കാണ്. ഈ പച്ച സ്വിച്ച് ഇവിടെ എന്താ സംഭവിച്ച? എന്തിനാടാ സ്വിച്ച് ഞെക്കിയത്? എന്തായാലും അത് മുകളിലെത്തിട്ടുണ്ടാവൂല്ലേ. അതിന് ഞാൻ ക്യാമറ വെച്ചിട്ടില്ലായിരുന്നുടാ പൊലം കെട്ടവനെ. അപ്പോ
നമ്മുടെ കാശ്. അപ്പൊ ഇനി സുഖമായിട്ട് കുളിച്ചും കാണാല്ലേ? ഓരോരുത്തർ പറഞ്ഞത്